Hi, hello everyone. This is Jeffriya and once again welcome back to Jeff and Joe Vlogs. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ശരിക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു ബിരിയാണി പ്രിപ്പറേഷൻ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മുടെ ഈ പ്രഗ്നൻസി പീരീഡിൽ ആക്ച്വലി നമുക്ക് ഫുഡ് ക്രേവിങ്സ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ എനിക്ക് ഇന്ന് കഴിക്കാനായിട്ട് തോന്നുന്നത് ബിരിയാണിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കോഴിക്കോടൻ ബിരിയാണി ഇഷ്ടമാണ്, നാടൻ ബിരിയാണി ഇഷ്ടമാണ്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഫ്യൂഷൻ ബിരിയാണിയാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാം. ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൈമ റൈസാണ്. ഞാനിവിടെ ഏകദേശം 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ അരി ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 8 പേർക്ക് കഴിക്കാനായിട്ടുള്ള അത്ര ക്വാണ്ടിറ്റി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അരി നന്നായിട്ട് വെള്ളത്തിനകത്ത് കുതിരാനായിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. കുതിർന്നതിന് ശേഷമാണ് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നത്. ഏകദേശം 10 തൊട്ട് 15 മിനിറ്റ് വരെ നമുക്കിങ്ങനെ കുതിരാനായിട്ട് വെക്കാം. എന്നിട്ട് വാഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതേസമയം തന്നെ നമ്മുടെ അടുത്ത പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്കൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. പല രീതിയിൽ എല്ലാവരും ബിരിയാണി ഉണ്ടാക്കും. അപ്പോൾ ഞാൻ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പം ഇങ്ങനെ ഫ്രൈ ചെയ്ത ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. കാരണം ചിക്കൻ അധികം പൊടിഞ്ഞു പോകാതിരിക്കും. പിന്നെ അത് മാത്രമല്ല നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടും. ചില ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു ഒരു പ്ലെയിൻ ആയിട്ടുള്ള ടേസ്റ്റ് ചിക്കൻ കഴിക്കുമ്പോൾ കിട്ടും. ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാവുന്നതാണ്. ചിക്കൻ ജസ്റ്റ് ഇഞ്ചി, വെളുത്തുള്ളി, അതുകൂടാതെ കുറച്ച് ചിക്കൻ മസാലയും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചില്ലി പൗഡറും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് തലേദിവസം ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓവറായിട്ട് ഫ്രൈ ആകണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഇതേ സെയിം ടൈമിങ്ങിൽ തന്നെ നമുക്ക് അരി ഏകദേശം ആയിട്ടുണ്ട്. അത് നമുക്ക് കഴുകി വാരി ഉണങ്ങാനായിട്ട് വെക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഞാനൊരു ചെറിയ കുക്കറിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് അതിനോടൊപ്പം തന്നെ 2 മാഗി ക്യൂബ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ചിക്കൻ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഇത് ആക്ച്വലി ഒരു ഫ്യൂഷൻ ബിരിയാണിയാണ്. അതുകൊണ്ട് ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിനകത്തോട്ട് 2-3 പച്ചമുളക്, പിന്നെ അതുകൂടാതെ ഒരു തക്കാളി കട്ട് ചെയ്തത്, പിന്നെ 2-3 വെളുത്തുള്ളി ചതച്ചതൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബിരിയാണി പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ എടുക്കാൻ പോകുന്നത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതിനുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 100 ഗ്രാം വെയിറ്റിലാണ് മൊത്തം ഇൻഗ്രീഡിയൻസ് കൂടെ എടുക്കുന്നത്. ഈ സെയിം ടൈമിങ്ങിൽ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓവറായിട്ട് ടൈമൊന്നും ആകത്തില്ല. പെട്ടെന്ന് ബിരിയാണി റെഡിയാവും. ഇനി നമുക്ക് ഒരു പാൻ, അതായത് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാനായിരിക്കും കുറച്ചുകൂടി നല്ലത്, അതായത് ബിരിയാണി പോട്ടായിരിക്കും നല്ലത്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇടുന്നത് ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ അതുകൂടാതെ ബേ ലീവ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കാം. പിന്നെ അതേ സെയിം ടൈമിങ്ങിൽ തന്നെ നമ്മൾ ഓരോ ഒനിയൻ കട്ട് ചെയ്തതാണ്, നമ്മുടെ സബോളയാണ് ഇടുന്നത്. ഇത് കട്ട് ചെയ്തതും നമ്മൾ ഇതിനോടൊപ്പം തന്നെ എടുക്കുന്നുണ്ട്. ഇനി ഞാൻ ആദ്യമേ കാണിച്ച ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം നന്നായിട്ട് ക്രഷ് ചെയ്ത് അതും റെഡിയാക്കി വെക്കുക. കാരണം നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമണം മാറുന്നോടം വരെ നന്നായിട്ട് വഴട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. നിങ്ങളുടെ പോട്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലെയിമൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയ്ക്കകത്തുനിന്ന് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൈമ റൈസ്, അതായത് ചെറിയ അരിയാണ്, ഇതും ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നെയ്യും പിന്നെ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതേ സെയിം ടൈമിങ്ങിൽ തന്നെ നമുക്ക് ആ ചിക്കൻ സ്റ്റോക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുത്തില്ലേ, അതിൽ നിന്ന് ആ ചിക്കൻ മാറ്റി വെച്ചിട്ട് ആ സ്റ്റോക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് നമ്മൾ ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. ഇപ്പോൾ നമ്മൾ ചിക്കൻ വേവിക്കാൻ വേണ്ടി ഏകദേശം 1/2 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ അരിക്ക് 2 ലിറ്റർ വെള്ളം എന്ന കണക്കിലാണ് എടുക്കുന്നത്. അതായത് 1:2 പ്രൊപ്പോർഷനിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ബാലൻസ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് മൂടി വെച്ചിട്ട് അരി ഒന്ന് വേവിച്ചെടുക്കാം. അരിയൊക്കെ പെട്ടെന്നാവും കേട്ടോ, കാരണം നമ്മൾ ഓൾറെഡി പ്രീ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരിയാണ്. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് അരി റെഡിയാകും. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ചിക്കന് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം.
നമുക്കൊന്ന് ജസ്റ്റ് വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. പിന്നെ 1 കപ്പ് ഒനിയൻ, ഏകദേശം ഒരു 4 സബോളയോളം വരും. പിന്നെ അടുത്തതായിട്ട് നമ്മൾ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കാം. നമുക്ക് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ അരി വേവിക്കാനായിട്ട് വെക്കുന്ന സമയത്ത് അതിനകത്തോട്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ഇടരുത്, കാരണം ചിക്കൻ സ്റ്റോക്കിനകത്തും അതുകൂടാതെ മാഗി ക്യൂബ്സിനകത്തും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ഉപ്പ് പ്രസൻറ്റഡ് ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന മസാലയാണ് ഇത്. നമ്മൾ ബിരിയാണി മസാലയാണ്, ഏത് ബ്രാൻഡിൻ്റെ ബിരിയാണി മസാല വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം അതും ഒനിയനുമായിട്ട് മിക്സ് ചെയ്ത് പച്ചമണം മാറിയതിന് ശേഷം ഒരു 3-4 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി തൈര് ആഡ് ചെയ്യുന്നത് നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. തൈര് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചിക്കനോട് ഇട്ട് കൊടുക്കാം. ചിക്കൻ ആക്ച്വലി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്തതുമാണ്, അതുകൂടാതെ കുക്ക് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഓൾറെഡി പ്രിപ്പയർഡ് ഫോമിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതേ സമയത്ത് തന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ബിരിയാണിയുടെ മുകളിലിടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒനിയൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്നാവും കേട്ടോ, ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നല്ല കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതിനുശേഷം നമുക്ക് കാഷ്യൂനട്ടും അതുകൂടാതെ തന്നെ കിസ്മിസൊക്കെ എടുക്കാം. പിന്നെ മല്ലിയില നമ്മൾ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ ചിക്കൻ റെഡിയാക്കിയതിനകത്തോട്ട് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് നല്ലൊരു ഫ്ലേവർ നമ്മുടെ ബിരിയാണിക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതേ സെയിം ടൈമിങ്ങിൽ തന്നെ നമ്മുടെ റൈസ് ഏകദേശം ആയിട്ടുണ്ട്. ഈ ഒരു കളറിലായിരിക്കും നമുക്ക് റൈസ് കിട്ടുന്നത്, കാരണം നമ്മുടെ ആ ചിക്കൻ സ്റ്റോക്കിനകത്താണ് അരി വേകുന്നത്. അതുകൊണ്ട് തന്നെ റൈസിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ എന്താ പറയുന്നത് ചിക്കൻ ആ ഒരു ഗ്രേവിയിലോട്ട് നമുക്ക് നമ്മുടെ റൈസ് ഇട്ട് ദം ചെയ്യാം. ഇവിടെ നമ്മൾ ഒത്തിരി ലെയറൊന്നും ചെയ്യുന്നില്ല, സിംഗിൾ ലെയറാണ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു ഇതൊരു 8 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ്, ഒത്തിരി ക്വാണ്ടിറ്റിയിലല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 4 പേരേ ഉള്ളൂ. നമുക്ക് രാവിലെയും വൈകുന്നേരവും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും തൂക്കി കൊടുക്കാം. ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ സ്റ്റൗവ് സിമ്മിലാക്കാനായിട്ട്, അതായത് ഫ്ലെയിം സിമ്മിലാക്കാനായിട്ട്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ അത്ര ഡൗൺ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും പിന്നെ ഒനിയനൊക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ ബിരിയാണിയുടെ പ്രിപ്പറേഷൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആവി കയറി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പം എന്താ പറയുക, പല ടൈപ്പ് ബിരിയാണികളുടെ ഒരു പ്രിപ്പറേഷൻ കമ്പൈൻ ചെയ്തിട്ട് വന്നതുപോലെ ഫോം ചെയ്യും. കാരണം നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ചിക്കൻ സ്റ്റോക്കിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ദം ചെയ്തിട്ടുമാണ് എടുക്കുന്നത്. അപ്പം പല പല സ്ഥലങ്ങളിലത്തെ ചിക്കൻ ബിരിയാണികളുടെ പല മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഈ ഒരു ബിരിയാണി നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, കാരണം അത്ര ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഈ ബിരിയാണി ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വൈകുന്നേരമൊക്കെ ജസ്റ്റ് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ഏകദേശം നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് സെറ്റായിട്ടുണ്ട്. നമ്മൾ മേളിലാണ് ഇനി നെയ്യ് ഇട്ട് കൊടുക്കുന്നത്, കാരണം നമ്മൾ പല ലെയേഴ്സായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മേളിൽ ജസ്റ്റ് നെയ്യിട്ട് കൊടുക്കാം. പിന്നെ ഇങ്ങനെ ഒരു ബിരിയാണി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓവറായിട്ട് നെയ്യുടെ ഒന്നും ആവശ്യം വരത്തില്ല. ഒരു ഹെൽത്തി ആയിട്ടുള്ള ബിരിയാണിയാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ആ ചിക്കൻ്റെ നെയ്യും ഇതെല്ലാം കൂടെ വരുമ്പോൾ റൈസിന് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. ഇത് നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ മല്ലിയിലയും പിന്നെ അതുകൂടാതെ ആ ഒനിയൻ്റെ ഒക്കെ ഫ്ലേവർ ഇറങ്ങി നല്ലൊരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. ആ സമയത്ത് നമുക്ക് ജസ്റ്റ് പുതിന ചമ്മന്തി ഉണ്ടാക്കാം. നമുക്ക് ബിരിയാണിയുടെ ഒക്കെ കൊടുത്ത് നല്ല എന്താ പറയുന്ന ഒരു ടേസ്റ്റ് ബിരിയാണിക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പുതിന ചമ്മന്തി. അപ്പോൾ പുതിന ചമ്മന്തി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പുതിനയില പിന്നെ മല്ലിയിലയാണ് യൂസ് ചെയ്യുന്നത്. പുതിനയില എടുക്കുന്നതിനെക്കാട്ടി ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രം മതി മല്ലിയില, അത് ആഡ് ചെയ്യുക. പിന്നെ ഞാനിങ്ങനെ തേങ്ങ ഓൾറെഡി പീസസ് ആക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് എടുക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഉള്ളി, പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇത്ര സാധനമാണ് പുതിന ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് വേണ്ടുന്നത്. അത് നമുക്ക് മിക്സിയുടെ കപ്പിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ലെമൺ ജ്യൂസാണ് ആഡ് ചെയ്യുന്നത്. ഇതാണ് പുതിന ചമ്മന്തിക്ക് ശരിക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിനകത്ത് കുരു പോകാതെ, കാരണം കുരുവും കൂടെ അരഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചമ്മന്തിക്ക് നല്ല കയ്പ്പാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് അരച്ച് കഴിഞ്ഞെടുത്തിട്ടുള്ള ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് പുതിന ചമ്മന്തി. നമ്മുടെ ആ ഒരു
ബിരിയാണി റൈസിൻ്റെ ഒക്കെ കൂട്ടത്തിൽ കഴിക്കുമ്പം ലൈക്ക് നമുക്ക് പല സ്ഥലത്തെ ഒരു ഫ്ലേവറിലുള്ള ബിരിയാണി കഴിക്കുന്ന ഫീലാണ് കിട്ടുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇതൊരു ഫ്യൂഷൻ ബിരിയാണിയാണ്. നിങ്ങളിപ്പോൾ ഒരു എന്താ പറയുക കോഴിക്കോട് മലപ്പുറം സൈഡിലുള്ള ബിരിയാണി, പിന്നെ അതുകൂടാതെ നാടൻ ബിരിയാണി ഇതൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് വലിയ അരി വെച്ചിട്ടും ട്രൈ ചെയ്യാം, പിന്നെ ചെറിയ അരി വെച്ചിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സമയമായപ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ ബിരിയാണിക്കകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ശരിക്കും ഇത് നമ്മൾ ദം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ആ സ്മെല്ല് കാര്യങ്ങളൊക്കെ നമുക്കത് തുറക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഇതുപോലൊരു ബിരിയാണി പോട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ ഫൈനൽ ലുക്കെന്ന് പറയുന്നത്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്യോടെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. കാരണം ഇതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ടെൻഡൻസിയാണ്. പിന്നെ ഞാൻ സീരിയസ്ലി പറയുകയാണ്, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചില ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഹെവിനെസ് നമുക്ക് ഫീൽ ചെയ്യും. ബിരിയാണി കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു എന്താ പറയുന്നത് ഭയങ്കര ഹെവിനെസ് ഫീൽ ചെയ്യും. ഇത് ഒട്ടും ഹെവിനെസ് ഫീൽ ചെയ്യത്തില്ല. നല്ല ഹെൽത്തിയാണ്. ഓവറായിട്ട് ഓയിലോ നെയ്യോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ മിനിമലായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ കഴിക്കുമ്പം നല്ല ടേസ്റ്റിയാണ്, നല്ല ഇതാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബിരിയാണി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. പിന്നെ അത് കൂടാതെ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുകൂടെ നിങ്ങൾ മറന്നുകൊണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ദിസ് ഇസ് ജെഫ്രിയ സൈനിങ് ഔട്ട് ഫ്രം ദിസ് വീഡിയോ. ബൈ.